മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മലകൾ അകന്നു പോയാലും കുന്നുകൾ മാറ്റപ്പെട്ടാലും ഒരിക്കലും വിട്ടുപിരിയാത്ത സ്നേഹമായി നമ്മോടൊപ്പം എന്നുമുള്ള ഈശോയുടെ നാമത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ജോയ്സി അവരാജൻ. ജീവിത പങ്കാളിയും മാതാപിതാക്കളും അനീതിയും അടങ്ങുന്ന കുടുംബമാണ് എൻ്റേത്. ഞാൻ അവർ ലേഡി ഓഫ് അനൗൺസിയേഷൻ ചർച്ച് ജയ്പൂർ ഇടവക അംഗമാണ്. എൻ്റെ പേര് ഷൈനു സെബാസ്റ്റ്യൻ. ജീവിത പങ്കാളിയും 2 മക്കളും അടങ്ങിയതാണ് എൻ്റെ കുടുംബം. ഞാൻ അവർ ലേഡി ഓഫ് അനൗൺസിയേഷൻ ചർച്ച് ജയ്പൂരിലെ ഇടവക അംഗമാണ്. ചേച്ചി, ഒരിക്കലൊരു ധ്യാന ഗുരു ഇങ്ങനെ പറഞ്ഞതായി എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാ അത്ഭുതങ്ങളുടെയും അടിസ്ഥാനം വിശ്വാസമാണ്. ചേച്ചി അതിൽ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ജോയ്സി, അതിൽ വിശ്വസിക്കുന്നുണ്ട്. വിശ്വാസത്തെ പറ്റി പറയുമ്പോൾ ചേച്ചിയുടെ വിശ്വാസത്തെ പറ്റി ഞങ്ങളോടൊന്ന് പറയാമോ? ജോയ്സി, ഞാൻ കുടുംബമായിട്ട് കുഞ്ഞിലെ എൻ്റെ മമ്മിയും പപ്പായും അനിയത്തിയും ഞങ്ങൾ കുർബാനയ്ക്ക് കൂടുകയും വീട്ടിൽ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പോവുകയും വീട്ടിൽ എൻ്റെ പപ്പായ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. ഞങ്ങൾ എന്നും ബൈബിൾ വായിക്കുമായിരുന്നു. പിന്നെ ജോയ്സി, അങ്ങനെയാണ് എൻ്റെ വിശ്വാസം കൂടുതൽ ബലപ്പെട്ടത്. ചേച്ചിയെ പോലെ തന്നെയായിരുന്നു എൻ്റെയും വിശ്വാസം. കുടുംബത്തിൽ നിന്നാണ് തുടങ്ങിയത്. ചേച്ചി ഇവിടെ ജനിച്ച് വളർന്നതാണല്ലോ, അതുപോലെ തന്നെയാണ് ചേച്ചിക്ക് അറിയാമല്ലോ, ഞാനും അങ്ങനെയാണ്. അപ്പം മലയാളം പഠിപ്പിക്കാൻ വേണ്ടി മമ്മി എന്നെ പ്രാർത്ഥനയിലൂടെയാണ് മലയാളം പഠിപ്പിച്ചത്. പ്രാർത്ഥന പഠിക്കുമ്പോഴൊക്കെ വിശ്വാസം എൻ്റെ കൂടി. അവിടെ മുതലാണ് ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും എൻ്റെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഇപ്പം ആദ്യ കുർബാന സമയത്ത് എന്നെ പഠിപ്പിച്ച സിസ്റ്റർ മുഖേന എൻ്റെ വിശ്വാസം വളർന്നു. അത് കഴിഞ്ഞ് നഴ്സിംഗിലോട്ട് വന്നപ്പോഴും അത് തുടർന്ന് നമ്മൾ നഴ്സസ് മിനിസ്ട്രിയിലെ അംഗമായിരുന്നു. ആ സമയത്തും നമ്മൾ വചനത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് മഹാത്മ്യം കൊടുത്തിട്ടുണ്ട് അല്ലേ? നമ്മൾ ഒത്തിരി വചനം വായിക്കുവാനും തുടങ്ങി, പ്രാർത്ഥനയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുവാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ വിശ്വാസം ബലപ്പെട്ടു. അത് കഴിഞ്ഞ് വൈവാഹിക ജീവിതത്തിന് ശേഷം എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ അതുമൂലം. അപ്പോൾ വിശ്വാസം ബലപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് താല്പര്യം ഇപ്പോഴും എൻ്റെ വിശ്വാസം വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടം. അതിനുവേണ്ടി ഞാൻ ദൈവത്തോടെന്നും പ്രാർത്ഥിക്കുന്നുമുണ്ട്. ജോയ്സി, ഇപ്പം നഴ്സിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പം എനിക്ക് നഴ്സിങ്ങിന് പോരാൻ തീരെ താല്പര്യമില്ലായിരുന്നു. പക്ഷേ മമ്മി പപ്പയുടെ ആഗ്രഹപ്രകാരം ഞാൻ നഴ്സിങ്ങിന് വന്നു. നഴ്സിങ്ങിന് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് ഇഷ്ടമായിരുന്നു ജോയ്സി. ഞാൻ OT-യിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ സൗദിയിൽ പോയപ്പം എൻ്റെ വിശ്വാസം കൂടുതൽ ബലപ്പെട്ടത്. ചേച്ചിയെ പോലെ തന്നെ നഴ്സിംഗ് ഇഷ്ടപ്പെടാതെ വന്ന ഒരാളാണ് ഞാനും. എൻ്റെ മാതാപിതാക്കൾ നിർബന്ധിച്ചു എന്ന് പറയുന്നതിനേക്കാൾ അവർ പറഞ്ഞു, ഞാനത് അംഗീകരിച്ചു. എനിക്ക് നല്ലൊരു അധ്യാപിക ആവാനായിരുന്നു താല്പര്യം. പക്ഷെ ആദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടായിരുന്നു. എന്നെ കൊണ്ട് ഇത് സാധിക്കുമോ? ഞാൻ ഇഷ്ടമില്ലാതെ വന്നതുകൊണ്ട് തന്നെ എനിക്ക് ഈ പ്രൊഫഷനോടുള്ള ആത്മാർത്ഥത പുലർത്താൻ പറ്റുമോ എന്നൊക്കെ ഒരു സംശയം എന്നിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മമ്മി പപ്പായും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മോനെ, നമ്മൾ എന്ത് ചെയ്താലും അതിൽ മറ്റുള്ളവരുടെ നന്മ കാണണം. നമ്മൾ ആരെയും വേദനിപ്പിക്കാനോ മുറിവേൽപ്പിക്കാനോ പാടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പേഷ്യൻസുമായിട്ട് നമ്മൾ ക്ലിനിക്കൽസ് പോസ്റ്റിംഗ് ഇടാൻ തുടങ്ങിയപ്പോൾ പേഷ്യൻസുമായിട്ട് ഇടപെട്ടപ്പോൾ മരുന്നല്ല അവർക്ക് ആവശ്യം, അതിലുപരി നമ്മളൊന്ന് പുഞ്ചിരിച്ചാൽ അല്ലെങ്കിൽ അവർക്കൊന്ന് സാന്ത്വനം കൊടുത്താൽ അവർക്ക് സന്തോഷം കിട്ടും എന്നെനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. അവരിൽ നിന്നുള്ള റെസ്പോൺസുകൾ, അവരെന്നോട് പറയുന്നത്, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ നമ്മളെ അനുഗ്രഹിക്കും അല്ലേ? അവർക്ക് എന്തെങ്കിലും സന്തോഷമായിട്ടുണ്ടായ അവര് അനുഗ്രഹിക്കും. അങ്ങനെ എനിക്ക് ഒരുപാട് നഴ്സിങ്ങിനോട്, അങ്ങനെ പേഷ്യൻസുമായിട്ട് ഇടപെട്ടപ്പോൾ നഴ്സിങ്ങിനോട് ഇഷ്ടം തുടങ്ങി. അതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. നഴ്സിങ്ങിൻ്റെ എക്സാമിനെ തുടർന്ന് തന്നെ വിഷമിച്ചിരുന്നപ്പോൾ
എൻ്റെ മമ്മി പറഞ്ഞു, മോനെ നീ വിഷമിക്കണ്ട, ബൈബിൾ ഒന്ന് തുറന്ന് നോക്ക്, എല്ലാത്തിനും ഉത്തരം ദൈവവചനത്തിലൂടെ നമുക്ക് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബൈബിൾ തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വചനമാണ് 2 കൊരിന്ത്യർ 9:8 ഇങ്ങനെ പറയുന്നു: നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. ഈ വചനം ചേച്ചി എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഏത് മേഖല തിരഞ്ഞെടുത്താലും അത് ദൈവം മുഖേന എൻ്റെ മാതാപിതാക്കൾ വഴി ഞാൻ അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് എന്നെനിക്ക് മനസ്സിലായി. ജോയ്സി, നമ്മൾ ഒന്നിച്ച് ജോലി ചെയ്തപ്പം നമ്മൾ ജോയ്സിയിലെ ഈ വചനം ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ഡോക്ടറിൻ്റെ ഹസ്ബൻഡ് ആക്സിഡൻ്റ് ആയിട്ട് ICU കിടന്നപ്പം ഡോക്ടർ നമ്മളെ വിളിക്കുകയും നമ്മളോട് പ്രാർത്ഥിക്കാനൊക്കെ ആവശ്യപ്പെട്ട് നമ്മൾ രണ്ടുപേരും അവിടെ പോയി പ്രാർത്ഥിച്ചൊക്കെ എനിക്ക് ഇപ്പം നല്ലതായിട്ട് ഓർമ്മയുണ്ട് ജോയ്സി. നമ്മൾ അവിടെ പോകുമ്പോൾ തന്നെ ഡോക്ടർ നമ്മളെ കാണുമ്പോൾ റൗണ്ട്സിനൊക്കെ പോകുമ്പോൾ നമ്മളോട് പറയുമായിരുന്നു അല്ലേ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുമോ എന്ന് നമ്മളോട് പറയുമായിരുന്നു. അപ്പം നമ്മൾ ഒരുമിച്ച് നിന്ന് സാറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ജപമാല ചൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ ജോയ്സി, അതെ. നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്ത സമയത്ത് ഒരുപാട് ഇങ്ങനെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഡോക്ടേഴ്സ് നമ്മളുടെ അടുത്ത് വരികയും ഞങ്ങളുടെ ഈ പേഷ്യന്റിന് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കുമോ എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം അനുഭവപ്പെട്ടിട്ടുണ്ട്. നമ്മളുടെ പ്രാർത്ഥന മുഖേന ആ രോഗിക്ക് ഒരു സൗഖ്യം കിട്ടുമെന്ന ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ ചേച്ചി? ശരിയാ ജോയ്സി, ശരിക്കും നമുക്ക് ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. നമ്മുടെ തമ്പുരാൻ നമ്മളോട് എന്തോരം ഇത് അത്ഭുതങ്ങൾ ചെയ്യുന്നത് നമുക്ക് ശരിക്കും ഒരു അനുഭവമായിരുന്നു ജോയ്സി. അതുപോലെ തന്നെ ചേച്ചിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി കാണുമായിരിക്കുമല്ലോ പേഷ്യൻസിന്റെ കൂടെയുള്ള. മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം ഒന്ന് പറയാമോ? ജോയ്സി, ഒരു പേഷ്യൻ്റ് സിസേറിയന് വേണ്ടി വന്നു. 45 വയസ്സുണ്ടായിരുന്നു. കുഞ്ഞുണ്ടായി, സിസേറിയൻ കഴിഞ്ഞ് ഒരു 2 ദിവസം വരെ പേഷ്യൻ്റിന് ഒരു കുഴപ്പമില്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പം നമ്മൾ കട്ടിയുള്ള ആഹാരം കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പേഷ്യൻറ്റിന് ഭയങ്കരമായിട്ട് അബ്ഡോമിനൽ ഡിസ്റ്റൻഷനായി, വയറങ്ങ് ബലൂൺ പോലെയായി. ഞാനും എൻ്റെ കൂടെ ഒരു നഴ്സസ് മിനിസ്ട്രിയിലുള്ളൊരു കുട്ടിയുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ആ പേഷ്യൻ്റെ അടുത്ത് പോയി അവരുടെ വയറെ കൈവച്ച് ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ റയൽസ് ട്യൂബ് ഇടുകയും ഫ്ലാറ്റസ് ട്യൂബ് പാസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പേഷ്യൻ്റെ ഹസ്ബൻഡ് ഞങ്ങളെ എപ്പോഴും ഇത് കാണുന്നുണ്ടായിരുന്നു, പുള്ളി ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് പേഷ്യൻ്റ് അത്ഭുതം എന്ന് പറയട്ടെ, പേഷ്യൻ്റ് ശരിയായി വീട്ടിൽ പോയിട്ട് അവർ ഫോളോ അപ്പിന് വന്നപ്പം കുഞ്ഞും ഹസ്ബൻഡും ഒക്കെ ആയിട്ട് ഞങ്ങളെ കാണാൻ വരുകയൊക്കെ ചെയ്തായിരുന്നു ജോയ്സി. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇങ്ങനെ ചേച്ചി ഓരോ പേഷ്യൻസും നമ്മളെ പേര് പറഞ്ഞ് നമ്മളെ കാണാൻ വരുമ്പോൾ ഒരുപാട് ദൈവനാമത്തിന് ഞാൻ മഹത്വം പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഒരു സന്ദർഭം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു പേഷ്യൻ്റ് നല്ല വയസ്സായ ഒരു അമ്മയായിരുന്നു. ആ അമ്മ ഫൈനൽ സ്റ്റേജ് ക്യാൻസർ പിടിപെട്ട് കിടന്ന സമയത്ത് ഈ അമ്മയുടെ ദേഹം മുഴുവനും ഫൈനൽ സ്റ്റേജ് ആയിരുന്നു. ഡോക്ടർ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. മിക്കപ്പോഴും ഈ അമ്മയുടെ ഓവർ എൻ്റെ കയ്യിലായിരുന്നു. ആ അമ്മയുടെ ശരീരം മുഴുവനും വ്രണങ്ങളായിരുന്നു. ആ വ്രണത്തിൽ നിന്ന് പുഴുക്കൾ വരികയും അതിനെ എന്നും നമ്മൾ ക്ലീൻ ആക്കുകയും ഡ്രസ്സിങ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. ചീത്ത സ്മെല്ലുള്ള കാരണം ആരും അടുത്തേക്ക് വരാൻ താല്പര്യപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഈ അമ്മേനെ പരിചരിക്കുകയും എന്നും ഈ വ്രണങ്ങളെല്ലാം വൃത്തിയാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ അമ്മയുടെ മകൻ കൂടെ ഉണ്ടായിരുന്നു. ഫൈനൽ സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞായിരുന്നു കൂടെ ഇരിക്കാമെന്നുള്ളത്. അപ്പം ജോയ്സി അതിൻ്റെ മകനെ അങ്ങനെ കൂടെ ഇരുത്തുമായിരുന്നു? ഫൈനൽ സ്റ്റേജ് ആയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, ഡോക്ടറിനോട് അനുവാദം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു അമ്മയുടെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മകനായിരുന്നു എപ്പോഴും, ആ സാറായിരുന്നു എപ്പോഴും കൂടെ ഇരിക്കുന്നത്. ഈ സാറിൻ്റെ മുൻപിൽ വെച്ചാണ് ഞാൻ ഈ അമ്മേനെ പരിചരിക്കുന്നതും നോക്കുന്നതും ഡ്രസ്സിങ് ചെയ്യുന്നതും. അങ്ങനെ ഒരിക്കൽ ചേച്ചി എന്നോട് നൈറ്റ് ഡ്യൂട്ടി സമയത്ത്, അന്നൊക്കെ നമുക്ക് ID കാർഡല്ല നെയിം പ്ലേറ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ നെയിം പ്ലേറ്റ് വായിച്ചിട്ട് ആ സാർ എന്നോട് പറഞ്ഞു, സിസ്റ്റർ ക്രിസ്ത്യാനിയാണോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ സാർ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ എന്നും വേദന അനുഭവിക്കുകയാണ്. ഞാൻ കോൺവെന്റ് സ്കൂളിൽ പഠിച്ച ഒരാളാണ്. അപ്പം എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയിൽ അധികം വിശ്വാസമുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. സിസ്റ്റർ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു, അതിനെന്താ സാർ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ അവിടെ ഒരു ജപമാല ചൊല്ലി. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ കഴിവ് അനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയും അങ്ങയുടെ ഹിതമല്ല, എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതമാണ് നിറവേറേണ്ടതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഈ അമ്മയുടെ വേദനയിൽ നിന്ന് ദൈവമേ ഒരു മോചനം കൊടുക്കണമേ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ അന്ന് തന്നെ രാവിലെ എൻ്റെ ഡ്യൂട്ടി തീരുന്നതിന് മുമ്പ് ഒരു 7:30 ഈ അമ്മ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേരുകയായിരുന്നു. ശുശ്രൂഷിക്കാൻ അവസരം കിട്ടിയതുപോലെ തന്നെ ഈ അമ്മ അവസാന ഉള്ള എല്ലാം അവസാന അമ്മേനെ തുണിയിടിപ്പിക്കാനും അമ്മേനെ ക്ലീൻ ആക്കുവാനും എല്ലാം അമ്മേനെ പറഞ്ഞു വിടുന്നത് വരെയുള്ള എല്ലാം ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് ഇത് നമ്മളുടെ ജോലിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഞാനത് മറന്നു, ജോലി കണ്ടിന്യൂ ചെയ്തു. 2 ആഴ്ച കഴിഞ്ഞ് ആ സാർ വീണ്ടും എൻ്റെ പേര് അന്വേഷിച്ച് തിരിച്ചു വരികയും എന്നെ കണ്ടിട്ട് മോളുടെ പ്രാർത്ഥനയാണ് എൻ്റെ അമ്മയെ ആ വേദനയിൽ നിന്ന് മോചിപ്പിച്ചതെന്ന് പറയുകയും എന്നെ തലയിൽ കൈ തൊട്ട് അനുഗ്രഹിക്കുകയും ചെയ്തു ചേച്ചി. ആ ഒരു സമയത്ത് ഞാൻ അന്ന് ചെയ്തത് വെറും ഒരു ജോലിയാണെന്ന് കരുതിയിരുന്നത് അത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ഒരാളുടെ ജീവിതത്തിൽ ഇത്രയും വലിയ വ്യത്യാസം ഉണ്ടാക്കി എനിക്ക് ബോധ്യപ്പെട്ടു. എനിക്ക് ഒരുപാട് സന്തോഷവും ആശ്വാസവും അനുഭവപ്പെടുകയായിരുന്നു ചേച്ചി. തീർച്ചയായിട്ടും ജോയ്സി, പേഷ്യൻ്റ് നമ്മൾ ഡിസ്ചാർജ് ആക്കിയിട്ട് വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവർ നമ്മളെ കാണാൻ വരുന്ന ആ സന്തോഷം ഉണ്ടല്ലോ, ഇത് ശരിക്കും നമ്മുടെ ഈ ജോലി ഒരു ദൈവഹിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ജോയ്സി. ചേച്ചി അതുപോലെ തന്നെ ചേച്ചിക്ക് ഒരു പ്രാവശ്യം വയ്യാതെ വന്നിട്ടുണ്ടല്ലോ, അതിനെയൊക്കെ ചേച്ചി എങ്ങനെയാണ് തരണം ചെയ്തത്? ജോയ്സി, നമ്മൾ രണ്ടുപേരും ഇൻസ്പെക്ഷനായിരുന്നല്ലോ, നമ്മുടെ ഹോസ്പിറ്റലിൽ ഇൻസ്പെക്ഷൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് രാവിലെ തൊട്ടൊരു വയ്യായികയായിരുന്നു. ഞാൻ ജോയ്സിയോടും പറഞ്ഞല്ലോ, ജോയ്സി എനിക്ക് എന്തോ ഒരു വിഷമമുണ്ടെന്ന്. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വായിലിങ്ങനെ വെള്ളം കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ എന്നെ പെട്ടെന്ന് നിങ്ങളെല്ലാവരും എമർജൻസി കൊണ്ടുപോയപ്പോഴത്തേക്കും എൻ്റെ പപ്പായ്ക്ക് ഇങ്ങനെ സ്ട്രോക്ക് വന്ന കാരണം ഡോക്ടേഴ്സിന് സംശയമായിരുന്നു സ്ട്രോക്ക് ആണോ എന്ന്. പിന്നെ എൻ്റെ MRI ഒക്കെ ചെയ്ത് അതെല്ലാം നോർമലായിരുന്നു. പിന്നെ ഡോക്ടേഴ്സ് ഡയഗ്നോസ് ചെയ്ത് അത് ബെൽസ് പാൽസിയാന്ന് പറഞ്ഞു. അപ്പം ജോയ്സി, എനിക്ക് വേണ്ടി എല്ലാവരും ഒത്തിരി പ്രാർത്ഥിച്ചു. നമ്മുടെ നഴ്സസ് മിനിസ്ട്രിയിലെ കൂട്ടായ്മയൊക്കെ എൻ്റെ വീട്ടിൽ വരുകയും വന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു അത്ഭുതം എന്ന് പറയട്ടെ, 1 മാസത്തിനകം എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് ഞാൻ സൗഖ്യപ്പെട്ടു. എന്റെ മുമ്പിൽ വെച്ചാണ് ചേച്ചി ഡോക്ടർ അന്ന് 3 മാസം എടുക്കുമെന്ന് അതെ, 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 പറയുകയുണ്ടായി അതെ, അല്ലേ? അതെ, അതെ, പക്ഷെ 1.5 മാസത്തിനുള്ളിൽ ചേച്ചി തിരിച്ച് ജോലിക്ക് അതെ, കയറിയായിരുന്നു. അതെ, അതെ. അത് ദൈവത്തിന്റെ വചനം അവിടെ ഇടപെട്ടു എന്ന് നമുക്ക് വിശ്വസിക്കാം. തീർച്ചയായിട്ടും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം വചനത്തിൽ പറയുന്നു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അതെ ചേച്ചി, ദൈവത്തിലൂടെ നമുക്കെല്ലാം സാധ്യമാവുമെന്ന് നമ്മുടെ ദൈവവചനം തന്നെ നമ്മളെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചേച്ചി, ഇതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നത് തന്നെ അതിനെപ്പറ്റി സാക്ഷ്യം പറയാനാണ്. ചേച്ചിക്ക് അറിയാലോ, വൈവാഹിക ജീവിതം കഴിഞ്ഞ് 5 വർഷമായി. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ 5 വർഷത്തിനുള്ളിൽ എനിക്ക് ഹോർമോണൽ പ്രശ്നമാണ് പിടിച്ചത്. കുഞ്ഞുങ്ങളായിട്ടും ഞങ്ങൾക്ക് അതിനെ പൂർണ്ണമായിട്ടും കിട്ടിയിട്ടില്ല, നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ 5 വർഷം കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും ജീവിത പങ്കാളിയും ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് നിരാശരായിരുന്നു. ഒരു ഘട്ടത്തിൽ വിശ്വാസം തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞിട്ടുണ്ട്, സാരമില്ല, വിഷമിക്കണ്ട, ചിലപ്പോൾ ദൈവഹിതം ഇതായിരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ എങ്കിൽ പോലും ഞാൻ രാത്രികളിൽ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും, അപ്പം നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചിലപ്പോൾ ഒരു സന്ദർഭം വരും, നമ്മൾ ദൈവത്തിനോട് എന്തുകൊണ്ട് ഞാൻ എന്ന് ചോദിക്കും അല്ലേ? എൻ്റെ ജീവിതത്തിൽ ഈ കുഞ്ഞുനാൾ മുതൽ ഉണ്ടായതിൽ ഈ ഒരു സന്ദർഭത്തിലാണ് ഞാൻ എൻ്റെ വിശ്വാസത്തെ സംശയിച്ചുകൊണ്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചു, എൻ്റെ കർത്താവെ, ഞാൻ എന്തുകൊണ്ട് എന്നോടിങ്ങനെ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ മമ്മിയാണ്, എൻ്റെ സ്പിരിച്വൽ ഗൈഡും എൻ്റെ മമ്മിയാണ്. ഞാൻ ഒരുപാട് കരഞ്ഞ് സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, മോനെ, നീ വിശ്വാസം കൈവിടരുത്, നീ ഒരിക്കലും ദൈവത്തെ സംശയിക്കരുത്.
5 വർഷം എടുത്തെങ്കിൽ നിനക്ക് ദൈവം ഏറ്റവും നല്ലത് തരാനായിരിക്കും, അല്ലേ? നമ്മൾ അങ്ങനെ പറയത്തില്ലേ? ഇത്രയും ലേറ്റ് ആയാലും ദൈവം നമുക്ക് ഏറ്റവും നല്ലതേ തരത്തുള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞു, മോനെ നീ വിശ്വാസം കൈവിടരുത്, നീ പ്രാർത്ഥിച്ചോ. ആ സമയത്തൊക്കെ വൈകുന്നേരങ്ങളിൽ ദിവ്യകാരുണ്യ ആരാധന ഞാൻ കാണാറുണ്ടായിരുന്നു. ആ ആരാധനയിലെ വീണ്ടും ഞാൻ വിശ്വാസം വീണ്ടെടുക്കുകയും ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, സാരയില്ല, അങ്ങയുടെ ഹിതം പോലെ നിറവേറട്ടെ എൻ്റെ ജീവിതത്തിൽ, ഞാൻ കാത്തിരിക്കും അങ്ങയുടെ അത്ഭുതത്തിന് വേണ്ടി, അങ്ങയുടെ അനുഗ്രഹത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും എൻ്റെ വിശ്വാസം നേടിയെടുക്കുകയും ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞു, എനിക്കിന്ന പോലെ പ്രശ്നങ്ങളാണ്, കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ തിരിച്ചു പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, കുഞ്ഞുങ്ങളുണ്ടാവും എന്ന് പറഞ്ഞു. എന്നാലും ചേച്ചി എനിക്ക് മറ്റുള്ളവരെ കാണാൻ ഒരു ബുദ്ധിമുട്ട്, അവരെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എന്നോട് എല്ലാവരും ചോദിക്കുമല്ലോ, ഒരു ഫംഗ്ഷനിൽ പോകാനോ അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ പള്ളിയിൽ തന്നെ ഞാൻ പോകാൻ മടി കാണിച്ചിട്ടുണ്ട്, ദിവ്യബലിയിൽ കൂടാൻ ഞാൻ മടി കാണിച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് എപ്പോഴും പറയുമെങ്കിലും ഹസ്ബൻഡ് പോവും, ഞാൻ പറയും ഞാൻ വരുന്നില്ല, എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കും എന്നുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് ഞാൻ വിശ്വാസം വീണ്ടെടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവവചനത്തിൽ ആശ്രയിച്ചപ്പോൾ ചേച്ചി കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. പോസിറ്റീവ് റിസൾട്ട് വന്നു. പക്ഷെ അവിടെ എൻ്റെ സാക്ഷ്യം അവസാനിക്കുന്നില്ല. അതെ ചേച്ചി, അതിലേക്കാണ് ഞാൻ വരുന്നത്. എൻ്റെ സാക്ഷ്യം കൂടുതൽ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ദൈവം എനിക്ക് തന്ന അനുഭവമായിരിക്കാം ചിലപ്പോൾ അത്. ആദ്യത്തെ സോണോഗ്രഫിയിൽ പോയപ്പോൾ ഡോക്ടർ സന്തോഷിച്ചിട്ട് പറഞ്ഞു, അയ്യോ 2 ഹൃദയ എടുപ്പ് കാണുന്നുണ്ടെന്ന്. അപ്പോൾ ഞാനും ഭയങ്കരമായിട്ട് സന്തോഷിച്ചു, ദൈവം 5 വർഷത്തിനുള്ളിൽ എനിക്ക് ഒന്നിന് പകരം 2 പേരെ തന്നല്ലോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഡോക്ടറിന്റെ മുഖം വിഷമിച്ചിട്ട് പറഞ്ഞു, ജോയ്സി റെയറസ്റ്റ് ഓഫ് റെയർ കണ്ടീഷൻ ആണ്, അതായത് മോണോ ട്വിൻസ് എന്നാണ് ഇതിനെ പറയുന്നത്. 2 കുഞ്ഞുങ്ങളും സാധാരണ 2 സഞ്ചിയിൽ വേണം ഇരിക്കാൻ, പക്ഷെ ജോയ്സിക്ക് ഒരൊറ്റ സഞ്ചി ഉള്ളൂ, ഒരെണ്ണത്തിനാണ് 2 പേരും കിടക്കുന്നതെന്ന് ഡോക്ടർ പറയുകയും അതിൻ്റെ കൂടെ തന്നെ 3 മാസം അതിൽ കൂടുതൽ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ കിട്ടത്തില്ല, അങ്ങനെ തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. നമുക്ക് കിട്ടത്തില്ല തന്നെ പറഞ്ഞത്, അങ്ങനെ പറഞ്ഞു. പ്രതീക്ഷിക്കണ്ടെന്നും എന്നോട് പറഞ്ഞായിരുന്നു ഡോക്ടർ. പ്രതീക്ഷിക്കേണ്ട, കാരണം പുക്കിൾക്കുടി കഴുത്തിൽ കുടുങ്ങും 2-3 മാസം ആകുമ്പം. ഒരു കുഞ്ഞു പോയാൽ ഒരു സഞ്ചിയിലായതുകൊണ്ട് മറ്റേതിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ലെന്ന് എന്നോട് പറഞ്ഞു. അവിടെ ഞാൻ വിഷമിച്ചു. വീണ്ടും ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഫോൺ വിളിക്കുകയും മമ്മി പറഞ്ഞു, മോനെ നിനക്ക് തന്നതല്ലേ ദൈവം, അത്ഭുത കുഞ്ഞുങ്ങളാണ് അല്ലേ, റെയറസ്റ്റ് ഓഫ് റെയർ, 1000-ൽ ഒരു പ്രാവശ്യമൊക്കെ വരുന്നതാണിത്. അപ്പൊ ഇങ്ങനെ അത്ഭുതം തന്നെങ്കിൽ അതിന് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്, അപ്പൊ നീ വിഷമിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, വിഷമിക്കുന്നില്ല, ദൈവഹിതം പോലെ വരട്ടെ. അത് കഴിഞ്ഞ് 2ാമത്തെ സ്കാനിൽ ചേച്ചി സ്കാൻ പോയപ്പം ഡോക്ടറിന്റെ കണ്ണ് സത്യം പറഞ്ഞ ഭയങ്കരമായിട്ട് തിളങ്ങി ആ സ്കാൻ കണ്ടപ്പോൾ. എന്നിട്ട് പറയുക, ഇത് ഒരിക്കലും സംഭവിക്കത്തില്ല, കാരണം 99% ഇത് മോണോ ട്വിൻസ് ആയിരുന്നു. ഇതെങ്ങനെ ചേച്ചി? അന്നത്തെ സ്കാനിങ്ങിൽ എൻ്റെ 2 കുഞ്ഞുങ്ങളും 2 വെവ്വേറെ സഞ്ചികളിലായി മാറി ചേച്ചി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അന്ന് അനുഭവിച്ച സന്തോഷം ഇപ്പോഴും ഞാനിത് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. പക്ഷെ അവിടെയും തീരുന്നില്ല. എന്നോട് പറഞ്ഞു, ഒരു റിസ്ക് മാറിയിട്ടേ ഉള്ളൂ, പക്ഷേങ്കിൽ ഇനിയും റിസ്കുകളുണ്ട്. 2 സഞ്ചിയിലായി എങ്കിൽ തന്നെ ജോയ്സി ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞുങ്ങൾ 80% കാണുന്നുണ്ട്. 80%? അതെ, 80%. അത് ചേച്ചിക്ക് അറിയാലോ, 80% എന്ന് പറയുന്നത് വലിയൊരു പെർസെൻറ്റേജ് ആണല്ലേ. അവിടെ ഞാൻ വിശ്വാസം പതറിയില്ല. ഞാൻ പറഞ്ഞു, ദൈവം എനിക്ക് തരുന്നതാണെങ്കിൽ ഞാൻ അത് ഏത് രീതിയിലായാലും ഞാനത് 2 കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അടുത്ത ഡൗൺ സിൻഡ്രോമിൻ്റെ സ്കാനിങ് ഉണ്ട്, ചേച്ചിക്ക് അറിയാലോ. ഡൗൺ സിൻഡ്രോമിൻ്റെ സ്കാനിങ്ങിൽ ഞങ്ങൾ പോയപ്പം അതിൻ്റെ റിപ്പോർട്ട് വന്നു ചേച്ചി. ഡോക്ടർ പറഞ്ഞു 80 പോയിട്ട് 0% പോലും ഇല്ല. ഇത് ജോയ്സി അത്ഭുതമാണ്, ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ജോയ്സി നടക്കുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മഹത്വം ഉണ്ടായിരിക്കട്ടെ ചേച്ചി. അത് കഴിഞ്ഞും എന്നോട് പറഞ്ഞു, 5ാം മാസം ആയപ്പം പറഞ്ഞു, ട്വിൻ ടു ട്വിൻ ട്രാൻസ്ഫ്യൂഷൻ സിൻഡ്രോം, അതായത് ഒരു കുഞ്ഞിന് രക്തഓട്ടം കൂടുതലായി മറ്റേ കുഞ്ഞിനെ കിട്ടാതെ വരികയും
മറ്റേ കുഞ്ഞിനെ നഷ്ടപ്പെടും, അപ്പോൾ ഈ കുഞ്ഞ് നഷ്ടപ്പെടും. അങ്ങനെയുള്ള ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. അതിനും എന്നോട് പറഞ്ഞത് ഉയർന്ന ശതമാനമാണ്, 90%, 90% അതിനും ചാൻസ് ഉണ്ട്. 100%. അതെ, അങ്ങനെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ ജോയ്സി റെഡി ആയിട്ടിരുന്നു, ഹൈദരാബാദിൽ അതിൻ്റെ ചികിത്സയുണ്ട്, എനിക്ക് ജോയ്സി അങ്ങോട്ട് വിടേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞു. അവിടെ ഞാൻ പറഞ്ഞു, ശരി ഡോക്ടറെ, ഹൈദരാബാദ് എങ്കിൽ ഹൈദരാബാദ്, എവിടെ വേണേലും ഞാൻ പോകാം, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി. അപ്പോഴൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, നമ്മുടെ നഴ്സസ് മിനിസ്ട്രിയുടെ കൂട്ടായ്മ ആയാലും. അപ്പൊ ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് ഞാൻ എല്ലാവരോടും വിളിച്ചു പറയുമ്പോൾ എല്ലാവരും ഒന്ന് പേടിക്കും. പിന്നെ ഞാൻ അവരോട് പറയും, ഒരു കുഴപ്പവും ഇല്ല, നോർമലാണ് എന്ന് പറയും. ആ സമയത്ത് ഒരുപാട് പ്രാർത്ഥനകൾ എനിക്കും എൻ്റെ ഉദരഫലത്തെ അനുഗ്രഹിച്ചതായിട്ട് എനിക്ക് സ്വന്തമായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ TTTS എന്ന് പറയുന്നത് സിൻഡ്രോമിന്റെ സ്കാനിങ്ങിന് ഞാൻ പോയി. അത് റൂൾ ഔട്ട് ചെയ്തിട്ട് ഹൈദരാബാദിൽ പോവാൻ പെട്ടി വരെ പാക്ക് ചെയ്ത് വെച്ചു. എന്നിട്ടാണ് ഞങ്ങൾ പോയത്. കാരണം 90% അല്ലേ പറഞ്ഞേ. പക്ഷേങ്കിൽ അതിന്റെ റിപ്പോർട്ട് വന്നു, ചേച്ചി ഒരു കുഴപ്പമില്ല, അതിനകത്തും ഒരു കുഴപ്പമില്ല, 2 പേർക്കും കിട്ടേണ്ട രക്തയോട്ടം തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ എൻ്റെ റിപ്പോർട്ട് കണ്ടിട്ട് പറയുക, ഓരോ പ്രാവശ്യവും ജോയ്സ് വരുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടും കൊണ്ടാണ് വരുന്നത്, അത്ഭുതമെന്ന് ഡോക്ടർ തന്നെ വിശ്വസിച്ചു. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, 6-ാം മാസം ചിലപ്പം ജോയ്സിനെ ലേബറിൽ എടുക്കേണ്ടി വരും, 2 കുഞ്ഞുങ്ങളെ 6-ാം മാസത്തിൽ തന്നെ നമുക്ക് പുറത്തെടുക്കേണ്ടി വരും, അതിനും പ്രിപ്പയർ ആയിട്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാരമില്ല ഡോക്ടറെ, അതിനും ഞാൻ റെഡിയാ, എനിക്ക് എൻ്റെ സർവശക്തൻ എൻ്റെ കൂടെ ഉണ്ട്, ഒരിക്കലും എന്നെ കൈവിടത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പറഞ്ഞു ശരി. അങ്ങനെ പറഞ്ഞ് 6-ാം മാസത്തെ ഈ സ്കാൻ, അതായത് ലേബർ ചെയ്യണോ വേണ്ടയോ എന്ന് ചെയ്തപ്പം എനിക്ക് എല്ലാ മാസവും സ്കാൻ ഉണ്ട്, കോംപ്ലിക്കേഷൻ ആയതുകൊണ്ട് സ്കാൻ ഉണ്ട്. അപ്പം 6-ാം മാസത്തിൽ ചെയ്തപ്പം പറഞ്ഞു, ഒരു കുഴപ്പവും ഇല്ല, നമുക്ക് പോകുന്നിടം വരെ കുഞ്ഞുങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാം. അപ്പം 6-ാം മാസവും കഴിഞ്ഞ് ചേച്ചി, 8-ാം മാസം തുടങ്ങി, ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഒരു കുഴപ്പവും ഇല്ലാതെ ഇന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു, ദൈവകൃപയാൽ ഒരു കുഴപ്പവും ഇല്ല. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ ഒരു വചനമുണ്ട്, ഒരുപാട് ക്രൈസ്തവ വിശ്വാസമുള്ള പേഷ്യൻസ് ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. അപ്പോൾ അവരിലുള്ള ഒരു വിശ്വാസം, ആ വിശ്വാസം മൂലം ഒരുപാട് അത്ഭുതങ്ങൾ ഡോക്ടർ തന്നെ കണ്ടിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറയും, ഇപ്പം ഞാൻ അങ്ങോട്ട് പറയും, ഡോക്ടർ പേടിക്കേണ്ട, എനിക്കൊരു കുഴപ്പവും ഇല്ലെന്ന് റിപ്പോർട്ടിന്. അതെ അതെ ചേച്ചി, ഞാനിപ്പോ അങ്ങോട്ട് പറയും. അപ്പം ഡോക്ടർ ചിരിച്ചിട്ട് പറയും, എനിക്കറിയാം, ഞാൻ പറയുന്നതൊന്നും അല്ല ജോയ്സിയുടെ കാര്യത്തിൽ നടക്കുന്നത്. അപ്പൊ എൻ്റെ സർവശക്തനായ ദൈവമാണ് എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചതും ഇന്ന് ഇവിടെ ഇരിക്കാൻ എനിക്ക് ഈ സാക്ഷ്യം പറയാൻ ദൈവം എന്നെ യോഗ്യയാക്കി ചേച്ചി. അതിനെയൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് നന്ദി മാത്രമേ എനിക്ക് എൻ്റെ ദൈവത്തിന് കൊടുക്കാൻ കഴിയുള്ളൂ ചേച്ചി. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അതിനെ ഓർത്ത്. നന്ദി. ജോയ്സിക്ക് അറിയാലോ, 2 വർഷം മുമ്പ് ഇങ്ങനെ പപ്പായും മമ്മിയും നേരത്തെ മരിച്ചായിരുന്നല്ലോ, അനിയത്തി പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റിൽ ഇങ്ങനെ മരിച്ചു പോയി. അതെനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റാത്ത ഒരു വിഷമമായിരുന്നു ജോയ്സിക്കൊക്കെ അറിയാമല്ലോ. എനിക്കങ്ങ് തോന്നി ഞാൻ ഡിപ്രഷനിൽ അങ്ങ് പോകുന്നു. അതുപോലെ എനിക്ക് അങ്ങോട്ട് ആ വേദന ഭയങ്കരമായിട്ടുള്ളൊരു വേദനയായിരുന്നു. പക്ഷെ എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചു. ജോയ്സി, നമ്മുടെ നഴ്സസ് മിനിസ്ട്രിയുടെ കൂട്ടായ്മ എല്ലാവരും വീട്ടിൽ വരുകയും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ജോയ്സി. അതിൻ്റെ ഫലമായിട്ട് ജോയ്സി, എനിക്ക് ഒരു പ്രത്യേക ദൈവശക്തി, ദൈവിക സമാധാനം എനിക്ക് കിട്ടിയെന്ന് എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് ജോയ്സി. ശരിയാ ചേച്ചി, ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഓർത്തിട്ടുണ്ട്. ചേച്ചി എങ്ങനെ അത് തരണം ചെയ്യും, ആ ഒരു വിഷമം എന്ന് പറയുന്നത് അല്ലേ, കൂടപ്പറപ്പില്ലാത്ത ഒരു വിഷമം. പക്ഷേ ദൈവവചനത്തിന്റെ ശക്തിയിൽ ചേച്ചി അതിലൊക്കെ തരണം ചെയ്ത് വീണ്ടും ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ വരികയാണ് ചെയ്തത്. ജ്ഞാനം 16:12 ഇങ്ങനെ പറയുന്നു, കർത്താവെ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ആമേൻ. ആമേൻ. ചേച്ചി, ഇന്ന് ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മളെ 2 പേരെയും യോഗ്യത തന്ന് അനുഗ്രഹിച്ച ദൈവത്തിന് നമുക്ക് നന്ദിയേകാം. അസാധ്യമായിട്ട് ഒന്നുമില്ലാത്ത കർത്താവിന്റെ മുൻപിൽ ഉയർത്തുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും ഉത്തരമുണ്ട്. അതിനായി എന്നും താഴ്മയോടെ അവിടുത്തെ ശക്തമായ കരങ്ങൾക്ക് കീഴെ നമുക്കായിരിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ആമേൻ. ദൈവമാതാവും
ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.